ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൺഡേ സെഷൻ. നല്ലൊരു ഞായറാഴ്ച നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ പ്രാക്ടീസ് നമ്മൾ കുറേ നോക്കിയില്ലേ? മാജിക് ടു ഹെൽത്ത്, നമ്മുടെ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, എന്തിനാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് വല്ല മാറ്റം വല്ല ഇമ്പ്രൂവ്മെൻറ്റ് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മൂഡ് ഷിഫ്റ്റ് അല്ലേ വല്ലതും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് അത് കോമെൻറ്റ്സിൽ ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തണമെന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ മാക്സിമം ലൈക്കും ഷെയറും ചെയ്യുക, കോമെൻറ്റും ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഒരു മാജിക്കൽ ഗ്രാറ്റിറ്റ്യൂഡ് കമ്മ്യൂണിറ്റി, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ട്രൈബ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ചുറ്റുമുള്ള നെഗറ്റിവിറ്റി നിന്നൊക്കെ മാറി നിൽക്കാൻ ഏറ്റവും ഒരു ഒറ്റമൂലി മാജിക് പില്ലാണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, നന്ദി പറയൽ. അപ്പോൾ അത് മാക്സിമം ആൾക്കാരിലോട്ട് എത്തിച്ച് നമുക്ക് മാക്സിമം പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോസ് എല്ലാം. ഓക്കെ, അപ്പോൾ ഓരോരുത്തരും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഭയങ്കരമായ മാറ്റവും ഭയങ്കരമായ സന്തോഷം, ഭയങ്കരമായ ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവരുടെയും ഫേവറേറ്റാണ് മണി. പൈസ വേണ്ടാത്തവരാർക്കാണ്? അല്ല, എല്ലാവർക്കും പൈസ വേണം. ഞാൻ ഗ്രീഡിനെസ്സിൻ്റെ കാര്യമല്ല പറയുന്നത്, അത്യാഗ്രഹത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് കാര്യം വാങ്ങണം എന്നുണ്ടെങ്കിലും പൈസ വേണം അല്ലേ? അപ്പോൾ നമ്മൾ ഒരിക്കലും ധനികരായിട്ടുള്ളവരെ പറ്റി കുറ്റം പറയുക അങ്ങനെയൊന്നും ചെയ്യരുത്. ഓക്കെ, അവരെങ്ങനെയോ പൈസ നേടിയെടുത്തോട്ടെ, നമ്മൾ അതിനെപ്പറ്റി കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുക, കോമെൻറ്റ് ചെയ്യാൻ ആളല്ല. ഓക്കെ, നമ്മൾ നമ്മുടെ സമ്പത്തിനെക്കുറിച്ച് പോസിറ്റീവ് ഫീലിംഗ് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ മാജിക് മണി ഡേ 5. വെൽക്കം ടു ഡേ 5. ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് റിച്ചസ്, കംപ്ലെയിൻ ഇസ് പോവർട്ടി. അപ്പോൾ ആദ്യത്തെ ലെസണിൽ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് എല്ലാ റിലീജിയസ് ബുക്സിലും എഴുതിയിരിക്കുന്നത്, കൂടുതൽ ഉള്ളവന് കിട്ടിക്കൊണ്ടിരിക്കും, ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്നും അത് തിരിച്ചെടുക്കുകയും ചെയ്യും. അതായത് എന്തില്ലാത്തത്, പൈസയുടെ കാര്യമാണോ പറയണത്? ഒരിക്കലുമല്ല. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്, ഓക്കെ, കൃതജ്ഞത, നമ്മൾ എത്രത്തോളം നന്ദി പ്രകടിപ്പിക്കുന്നോ അവന് കൂടുതൽ, നന്ദിയുള്ളവന് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും, നന്ദിയില്ലാത്തവൻ്റെ കയ്യിൽ അത് ഉള്ളതും കൂടെ തിരിച്ചെടുക്കും. അതാണ് പറയുന്നത്. അപ്പോൾ ഇഫ് ദർ ഈസ് എ ലാക്ക് ഓഫ് മണി ഇൻ യുവർ ലൈഫ്, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫീലിംഗ് വറിഡ്, എൻവിയസ്, ജെലസ്, ഡിസപ്പോയിൻറ്റഡ്, ഡിസ്കറേജ്ഡ്, doubtful, fearful about money can never bring more money to you, because those feelings come from lack of gratitude for the money you have. Complaining about money, arguing about money, getting frustrated about money, being critical of the cost of something, or making someone else feel bad about money are not acts of gratitude, and the money in your life can never improve, it will worsen. അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്ത് വയ്ക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മണിയാണ്. ഓക്കെ, നമ്മൾ എപ്പോഴും ലാക്ക് ഫീലിംഗ്, നമ്മുടെ പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ അബദ്ധമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വരാനിരിക്കുന്ന പൈസ കൂടെ നിങ്ങൾ തടയുകയാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കബേർഡിലോ അല്ലെങ്കിൽ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ വാളറ്റിലോ ഹാൻഡ് ബാഗിലോ നോക്കിയാൽ ഒരു 10 രൂപ പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തന്നെ നിങ്ങൾ വാങ്ങിയ ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കൂടെ ആയിരിക്കും അല്ലേ? അത് പൈസ കൊടുത്തിട്ടല്ലേ വാങ്ങിയത്? ആരെങ്കിലും ഗിഫ്റ്റായി തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. പക്ഷേ 90% പേരും ഇൻ്റർനെറ്റ് ബില്ലും മൊബൈലും ഒക്കെ പൈസ കൊടുത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? ഇൻ്റർനെറ്റ് സൗകര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഇല്ലല്ലോ. അപ്പോൾ കയ്യിലൊരു കാര്യം വെച്ചിട്ട് എൻ്റെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞ് എപ്പോഴും ഭയങ്കര വറി എനർജിയിലിരുന്ന പൈസ ഒരിക്കലും നിങ്ങൾക്ക് എളുപ്പത്തിൽ സമ്പാദിക്കാൻ പറ്റില്ല. ഓക്കെ, അത് ആദ്യം ആലോചിക്കുക. പിന്നെ ആരോടെങ്കിലും നമുക്ക് ജലസി, മനുഷ്യൻ്റെ ഒരു ബേസിക് നേച്ചറാണ്. എന്തെങ്കിലും മറ്റുള്ളവരിൽ ഭയങ്കരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അസൂയ. ഓക്കെ, അത് ഏറ്റവും നീചമായ ഒരു ഇമോഷനാണ്. ഓക്കെ, നമുക്ക് വരാനുള്ള സമ്പത്തിനെ എല്ലാം തടഞ്ഞു നിർത്തുന്ന ഒരു കാര്യമാണ് അസൂയ. ഇപ്പോൾ ആർക്കെങ്കിലും നല്ലോണം സ്വത്തും സമ്പത്തും ഉണ്ടെങ്കിൽ അത് അവരൊന്നില്ലെങ്കിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ പരമ്പരാഗതമായി കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ സംബഡി ആർ ജസ്റ്റ് ലക്കി. ഓക്കെ, അവർക്ക് എളുപ്പത്തിൽ ധനം സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്, അത് അവരുടെ ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ അത് ആലോചിച്ച് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക.
അവന് ഇത്ര വേഗം ഇത്രയും സമ്പത്ത് പടുത്തുയർത്താൻ കഴിഞ്ഞല്ലോ, ഇത്ര വേഗം നല്ലൊരു വീട് കെട്ടി, ഇത്ര നല്ലൊരു കാറ് വാങ്ങി, അതൊക്കെ അടിപൊളിയല്ലേ എന്നൊരു അപ്രീസിയേഷനോട് പറയുകയാണെങ്കിൽ മാത്രമേ പൈസ നിങ്ങളുടെ അടുത്ത് വരുള്ളൂ. കാരണം നിങ്ങളുടെ അതിനെ കുറ്റം പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങൾക്ക് അതൊന്നും വേണ്ടാന്ന്. ഓക്കെ, എന്തിനാണാവോ ഇത്ര വലിയ കാറ്, അപ്പം നിങ്ങൾക്ക് കാറ് വേണ്ടാന്നാണ് നിങ്ങൾ യൂണിവേഴ്സിനോട്, പ്രപഞ്ചത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശയം. ഓക്കെ, അപ്പം നമ്മൾ മറ്റുള്ളവരിൽ കണ്ട് എന്താണോ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അതാണ് സിഗ്നൽ. പ്രപഞ്ചത്തോട് നൽകുന്ന സിഗ്നൽ എന്താണ്? എനിക്കത് ഇഷ്ടമായി, എനിക്കും അത് ഒരു ദിവസം കിട്ടുമെങ്കിൽ വാങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ. അപ്പോൾ അതിൽ അത് നിങ്ങൾക്ക് വാങ്ങാനുള്ള സാഹചര്യങ്ങൾ എത്രയും വേഗം അടുത്ത് വരും. ഓക്കെ, അത് ഞാൻ പേഴ്സണലി അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ആദ്യം ഇതൊന്നും ഈ ബുക്ക് വായിക്കുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ആലോചിക്കും, എന്തിനാണ് ഈ കല്യാണത്തിനൊക്കെ ഇത്ര ലാവിഷായി സ്പെൻഡ് ചെയ്യണം, എന്തിനാണ് ഇങ്ങനെ പൈസ ദൂർത്തടിക്കുന്നത്, ലാവിഷ് ലഞ്ചസിന് പോകുന്നത് എന്നൊക്കെ. പക്ഷേ ഇതിൻ്റെ സയൻസ് മനസ്സിലായപ്പോൾ ഞാൻ ആരെങ്കിലും നല്ലത് കാണുമ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യാനാണ് നോക്കുക. ഇത്രയും സ്പെൻഡ് ചെയ്യാനുള്ള പൈസ ഉണ്ടല്ലോ, അത് നല്ല ഒരു ദൈവാനുഗ്രഹം തന്നെ. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മളും ആ ഒരു ക്വാളിറ്റി നമ്മുടെ കയ്യിൽ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൈസ നമുക്ക് വരാനുള്ള മാർഗങ്ങൾ തുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ള പൈസയെക്കുറിച്ച് നമ്മൾ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക. ഓക്കെ, എനിക്കിത് വാങ്ങാൻ പറ്റിയല്ലോ, എനിക്ക് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഒരിക്കലും കംപ്ലെയിൻ ചെയ്യരുത്. ഇപ്പോൾ സാലറി എന്തൊരു കുറവാണ്, ഗവൺമെൻറ് എപ്പോഴും ടാക്സ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ പറയുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് എനർജി മണിക്ക് കൊടുക്കുകയാണ് നമ്മൾ. ഓക്കെ, ഗവൺമെൻറ് ടാക്സ് കൂടിയാലോ നമ്മുടെ കമ്പനി സാലറി തരാതിരുന്നത് അത് പൈസയുടെ കുറ്റമാണോ? പൈസയ്ക്ക് ഒരു എനർജിയാണോ പൈസ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ഫ്രണ്ടിനെ കുറിച്ച് നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു നെയ്ബറിനെ കുറിച്ച്, അയാൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുമോ ഫ്രണ്ട്ലി ആയിട്ട്? ഒരിക്കലും ഇല്ല. അപ്പോൾ അതേപോലെ ഒരു വ്യക്തിയാണ് പൈസ എന്ന് കരുതുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ പൈസയെക്കുറിച്ച് എപ്പോഴും കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പൈസ നിങ്ങളോട് അടുക്കുമോ? ഈ സയൻസ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ഒരിക്കലും പൈസയെക്കുറിച്ച് കുറ്റം പറയരുത്. ഓക്കെ, ഗവൺമെൻറ് ടാക്സ് കൂട്ടുന്നതോ നിങ്ങൾക്ക് സാലറി കുറഞ്ഞ് കിട്ടുന്നതിനോ പൈസയ്ക്ക് യാതൊരു ബന്ധമില്ല. പൈസയല്ല അതൊന്നും ഡിറ്റർമിൻ ചെയ്യുന്നത്, പൈസയാണോ തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് എത്ര സാലറി വേണമെന്ന്. ഓക്കെ, വേറൊരു കാര്യം, നിങ്ങൾക്ക് സാലറിയോ പ്രൊമോഷനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഉള്ള ജോബിന്, ഉള്ള ജോലിക്ക്, ഉള്ള കമ്പനിക്ക്, ഉള്ള പൈസയ്ക്ക്, കിട്ടുന്ന സാലറിക്ക് ഓക്കെ ഭയങ്കര നന്ദി പ്രകടിപ്പിക്കുക. അപ്പോൾ ഈ മാസം അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി 1st വീക്ക് നിങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ ആ സാലറി നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന ആ സമയം തന്നെ നിങ്ങൾ താങ്ക് യു ഫോർ ദ മണി, താങ്ക് യു ഫോർ ദ സാലറി, ഈ ശമ്പളത്തിന് നന്ദി, ഹൃദയം കൊണ്ട് നന്ദി. ഓക്കെ, കാരണം ആ ശമ്പളം വെച്ചിട്ടാണ് നിങ്ങൾ കുട്ടികളുടെ ഫീസ് അടയ്ക്കുന്നത്, പെട്രോൾ അടിക്കുന്നത്, ബസ് ടിക്കറ്റ് വാങ്ങുന്നത്, അല്ലെങ്കിൽ കാറിൽ പോകുന്നത്, ഓക്കെ, ഭക്ഷണം വാങ്ങുന്നത്, നിങ്ങളുടെ വാടകയോ EMIയോ ഹോം ലോണിൻ്റെ EMI അടയ്ക്കുന്നത്. അപ്പോൾ ആ കിട്ടുന്ന ശമ്പളത്തിന് നിങ്ങൾ ആദ്യം നന്ദി പറയുക. ഇന്ന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനിരിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ സാലറിക്ക് നന്ദി പറയുക. ഓക്കെ, എങ്കിൽ മാത്രമേ, ഞാൻ പറഞ്ഞു, പൈസ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആ വ്യക്തി വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ സംസാരിക്കും അതുപോലെ വേണം നിങ്ങളുടെ പൈസയെക്കുറിച്ച് സംസാരിക്കാൻ. ഇത് ഇന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ 2026 ഭയങ്കര ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് അടിപൊളിയായിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, എഴുതിയിടുക. അല്ലാതെ ചിലവർ കുറേ ആഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ. ഇപ്പം മാനിഫെസ്റ്റേഷൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവും. ആഫർമേഷൻ, മണി ഈസ് മൈ ഫ്രണ്ട്, മണി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ആ 10 മിനിറ്റ് മണിയെക്കുറിച്ച് പോസിറ്റീവായി സംസാരിച്ചിട്ട് ദിവസം മുഴുവൻ മണിയെപ്പറ്റി കുറ്റം പറഞ്ഞു. എന്തൊരു ബില്ലാണ്, ഇലക്ട്രിസിറ്റി ബില്ല് ഇങ്ങനെ കൂടിപ്പോവുകയാണ്, പെട്രോളിൻ്റെ പൈസ കൂടിപ്പോവാണ്, ഗ്യാസ് വില കൂടിപ്പോവാണ് എന്നിങ്ങനെ നിരന്തരം ആ ദിവസം മുഴുവൻ പറഞ്ഞാൽ നിങ്ങളുടെ മണി എനർജി നല്ലതാണോ? ഒരിക്കലുമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്ര മണിയെക്കുറിച്ച് നല്ല 10 മിനിറ്റ് ആഫർമേഷൻസ് പറയുവാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ബാക്കിയുള്ള 23 മണിക്കൂർ നിങ്ങൾ എങ്ങനെ മണിയെക്കുറിച്ച് പറയുന്നു, ഫീൽ ചെയ്യുന്നു, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, no matter what your current situation, the very thought that you don't have enough money is being ungrateful for the money you have.
അപ്പോൾ അതാണ്, നിങ്ങളുടെ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എത്ര കടങ്ങളുണ്ടെങ്കിലും എത്ര ദരിദ്രാവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിലും നിങ്ങളുടെ മണിയെക്കുറിച്ച് ഒരിക്കലും അൺഗ്രേറ്റ്ഫുൾ ആവാൻ പാടില്ല. ഓക്കെ, മണിയെക്കുറിച്ച് കുറ്റം പറയാൻ പാടില്ല. ഇൻസ്റ്റെഡ് ഫീൽ ഗ്രേറ്റ്ഫുൾ ഫോർ ദ മണി. ഇന്നല്ലെങ്കിൽ കഴിഞ്ഞു പോയത്, നിങ്ങൾ ചെറുപ്പത്തിലിരിക്കുമ്പോൾ ഫീസ് കൊടുത്തത്, നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കുക, 18 വർഷം അല്ലെങ്കിൽ 20 വർഷം വരെ നിങ്ങൾ നിങ്ങളുടേതായ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് വല്ല പാർട്ട് ടൈം ജോബിൽ നിന്ന് നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതല്ലാതെ ഓക്കെ, അറ്റ്ലീസ്റ്റ് 15 വർഷം വരെ ഉറപ്പായിട്ടും പേരൻസാണ് നിങ്ങൾക്ക് വേണ്ടി എല്ലാ ചിലവുകളും വഹിച്ചിരിക്കുന്നത്, അല്ലേ? ഫ്രീയിൽ ജീവിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെല്ലാവരും അതിന് നന്ദി പറയുക. ആ സമയത്ത് എങ്ങനെയാണ് ഒരു പൈസ, ഭക്ഷണം വാങ്ങിയത്, സ്കൂൾ ഫീസ് കൊടുത്തത്, ട്യൂഷൻ ഫീസ് കൊടുത്തത്, ബസ് ഫീസ്, ഓട്ടോയിൽ പോകാനുള്ള ചിലവുകൾ, ഭക്ഷണം വാങ്ങി തന്നത്, നിങ്ങൾക്ക് പിക്നിക്സിന് പോയത്, നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങി തന്നത്, അത് എങ്ങനെ പോസിബിളായി? പൈസ കൊണ്ട് മാത്രമാണ്, അല്ലേ? അപ്പം ആ കിട്ടിയ ഗിഫ്റ്റ്സിനൊക്കെ നന്ദി പറയുക. നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ അല്ല, നിങ്ങളുടെ പാസ്റ്റിൽ അനുഭവിച്ച എല്ലാ ലക്ഷറീസിന് തന്നെ ഞാൻ പറയണം. ഓക്കെ, ആ ലക്ഷറീസിനൊക്കെ നിങ്ങളുടെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. Whoever has gratitude for money will be given more. ദ റിപ്പീറ്റഡ് സെൻറ്റൻസ് ആണ്. അത് വീണ്ടും വീണ്ടും പറയാൻ കാരണം അത് നിങ്ങളുടെ മനസ്സിൽ പതിപ്പിച്ചിരിക്കണം. ഓക്കെ, whoever has gratitude for money will be given more and he or she will have abundance. Whoever does not have gratitude, even what she or he will be taken from him or her. അപ്പം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷന് പുരോഗമിക്കാനല്ലേ നോക്കുള്ളൂ, ഒരിക്കലും പിന്നോട്ട് പോകാൻ നോക്കില്ലല്ലോ. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. ചെറുപ്പത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സിറ്റുവേഷൻ വളരെ നന്നായിരുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ പേരൻസ് ഭയങ്കര വെൽ പ്ലേസ്ഡ് ആണ്, ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ബിസിനസ് ഫാമിലി എന്നാണ്. നിങ്ങൾക്ക് ചെറുപ്പത്തിൽ ചൈൽഡ്ഹുഡിൽ യാതൊരു പൈസയ്ക്ക് ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. വലുതായി കഴിഞ്ഞ് നിങ്ങൾ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര സാലറി ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മോശമായി, കുട്ടികൾ ജനിച്ചു കഴിഞ്ഞിട്ട് വളരെയധികം ചിലവുകളായപ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ബേർഡനായി തോന്നി ഓരോ എക്സ്പെൻസസും. ഓക്കെ, അപ്പം ആദ്യത്തെ 18 വർഷത്തിനെക്കാട്ടിലും ഒരു മോശമായ സിറ്റുവേഷൻ, സാമ്പത്തിക സിറ്റുവേഷനാണ് നിങ്ങളുടെ ലേറ്റർ ലൈഫിലെങ്കിൽ ഒരൊറ്റൊരു കാരണം, നിങ്ങളുടെ അതുവരെ അനുഭവിച്ച സുഖങ്ങൾക്ക്, ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ഒന്നിനും നിങ്ങൾ നന്ദി പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഒരിക്കലും അത് ഭയങ്കര ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇപ്പോൾ മോശമാണെങ്കിൽ. ഓക്കെ, അപ്പം നിങ്ങൾ തിരിച്ച് ആ സാമ്പത്തിക വ്യവസ്ഥയിലെത്താൻ എന്ത് വേണം? അതുവരെ അനുഭവിച്ച് ചൈൽഡ്ഹുഡിൽ എന്തൊക്കെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ, ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ, അതിനൊക്കെ നന്ദി പറയാം. ഓർത്ത് നന്ദി പറയാം. നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നവരെല്ലാവരോടും, റിലേറ്റീവ്സ്, ബന്ധുക്കൾ, ഫ്രണ്ട്സ്, ഓക്കെ, അച്ഛനമ്മ, ആദ്യം നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ്. ഓക്കെ, അപ്പോൾ ആ പാസ്റ്റിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ആലോചിച്ചെടുത്ത് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതൊരു ഒറ്റമൂലിയാണ്. ഓക്കെ, അങ്ങനെയാണ് ഈ ഓഥർ. ഓക്കെ, ഓഥർ ഭയങ്കര ബാഡ് ഡെപ്റ്റ് സിറ്റുവേഷൻ ആയിരുന്നു. കമ്പനി അടച്ചു പൂട്ടി കടം അധികമായ ഒരു സിറ്റുവേഷനിലാണ് ഈ ബുക്ക് എഴുതുന്നത്. എപ്പോൾ നന്ദി പറയാൻ തുടങ്ങിയപ്പോൾ മാജിക്കൽ വേസിലാണ്, പ്രതീക്ഷിക്കാത്ത വഴികൾ കൂടെ ഈ ഓഥറിന് പൈസ കിട്ടാൻ തുടങ്ങി. ഓക്കെ, അതുവരെ പറയാത്ത നന്ദി, അതുവരെ എന്തൊക്കെയാണ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയ, അതിനെയൊക്കെ ആലോചിച്ച് നന്ദി പറയാൻ തുടങ്ങിയപ്പോൾ ഈ ഓഥർ ഭയങ്കര റിച്ചായി. ഓക്കെ, എവിടുന്നാ പൈസ വരണമെന്ന് അറിയുന്നില്ല, അതുപോലൊരു സിറ്റുവേഷനായി. അപ്പോൾ ഇന്ന് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ sit down, take a few minutes to think back through your childhood before you had any or much money. As you recall each memory where money was paid for you, say and feel the magic words thank you with all your heart for each instance. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ജേർണൽ, ഡയറി എടുത്ത് പെന്നെടുത്ത് സമാധാനമായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന്, ഓക്കെ, ഇതിനു വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. തൽക്കാലം റീൽസും വീഡിയോസും ഒക്കെ മാറ്റി വെച്ച് നിങ്ങളുടെ സാമ്പത്തിക സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണത്. അതിൻ്റെ സീരിയസ്നെസ്സിൽ നിങ്ങളുടെ ഒരു ഭാഗത്ത് ഇരുന്ന്, ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇരുന്നിട്ട് നിങ്ങൾ ആലോചിച്ചെടുക്കുക, നിങ്ങളുടെ കുട്ടിക്കാലത്ത്, ചൈൽഡ്ഹുഡിൽ നിങ്ങൾ അനുഭവിച്ച സുഖങ്ങൾ എന്തൊക്കെയാണ്. ഡിഡ് യു ഓൾവേസ് ഹാവ് ഫുഡ് ടു ഈറ്റ്?
നിങ്ങളുടെ എന്തായാലും ദിവസത്തിൽ 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും അല്ലേ? ഡിഡ് യു ലിവ് ഇൻ എ ഹൗസ്? ഓക്കെ, വാടകയ്ക്ക് ആയാലും സ്വന്തമായാലും തറവാട് വീട്ടിലായാലും നിങ്ങളൊരു വീട്ടിൽ താമസിച്ചിട്ടുണ്ട് അല്ലേ? ഡിഡ് യു റിസീവ് എനി എഡ്യൂക്കേഷൻ? അതായത് സ്കൂളിൽ പോയിട്ടുണ്ടോ? ഹൗ ഡിഡ് യു ട്രാവൽ ടു സ്കൂൾ ഈച്ച് ഡേ? ഡിഡ് യു ഹാവ് സ്കൂൾ ബുക്ക്, സ്കൂൾ ലഞ്ച്, ഓൾ ദ തിങ്സ് യു നീഡഡ് ഫോർ സ്കൂൾ? ഓക്കെ, സ്കൂളിന് ബാഗ്, സ്റ്റേഷനറി, ഡ്രോയിങ് ബുക്ക്, സ്കൂൾ ലഞ്ച്, ടിഫിൻ ബോക്സ്, ഓക്കെ, ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക്? ഡിഡ് യു ഗോ ഓൺ എനി വെക്കേഷൻ വെൻ യു വർ എ ചൈൽഡ്? നിങ്ങൾ എവിടേക്കെങ്കിലും പോവാതെ ഇരുന്നിട്ടുണ്ടാവും. ഞാൻ ഇൻ്റർനാഷണൽ ട്രിപ്പൊന്നും പറയുന്നില്ല. ഓക്കെ, നാട്ടിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ വിനോദസഞ്ചാരത്തിന് എന്തായാലും എല്ലാവരും പോയിട്ടുണ്ടാവും. സ്കൂളിൽ നിന്നെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലെങ്കിൽ. ഓക്കെ, വാട്ട് വെർ ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ബർത്ത്ഡേ ഗിഫ്റ്റ്സ് ദാറ്റ് യു റിസീവ്ഡ് വെൻ യു ആർ എ ചൈൽഡ്? കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ്സ് ആലോചിക്കുക. ഡിഡ് യു ഹാവ് എനി ടോയ്സ്, എ പെറ്റ്? ഓക്കെ, വീട്ടിൽ നായ്ക്കൾ അല്ലെങ്കിൽ പൂച്ചയോ വളർത്തിയവരുണ്ടോ? അല്ലെങ്കിൽ പക്ഷികൾ വളർത്തിയവരുണ്ടോ? ടോയ്സ് ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നില്ലേ? സോ ഡിഡ് യു ഹാവ് ക്ലോത്ത്സ് ആസ് യു ഗ്രൂ അപ്പ് സോ ക്വിക്ക്ലി ഫ്രം വൺ സൈസ് ടു ദ നെക്സ്റ്റ്? അപ്പോൾ കുഞ്ഞു കുട്ടികളായിരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ വർഷവും പുതിയ വസ്ത്രങ്ങൾ വാങ്ങണം അല്ലേ, ക്ലോത്ത്സ്. കാരണം നമ്മൾ വളരുമ്പോൾ അത് ഫിറ്റിംഗ് ശരിയാവില്ല. അപ്പോൾ ഓരോരോ വർഷം പുതിയ ക്ലോത്ത്സ് കിട്ടുന്നുണ്ടായിരുന്നു, യൂണിഫോം കിട്ടുന്നുണ്ടായിരുന്നു. ഡിഡ് യു ഗോ ടു മൂവീസ്, പ്ലേ സ്പോർട്സ്, ഓക്കെ, ലേൺ എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഓർ പെർസ്യൂ ഹോബി? നിങ്ങൾ വല്ല ഡ്രോയിങ് ക്ലാസ്സിനോ പെയിൻറ്റിങ് ക്ലാസ്സിനോ സ്വിമ്മിങ് ക്ലാസ്സിനോ അല്ലെങ്കിൽ നിങ്ങൾ മൂവീസ് കണ്ടിട്ടുണ്ടാവും അല്ലേ, തിയേറ്ററിൽ പോയിട്ട്. എപ്പോഴെങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും മൂവി കാണാത്തവർ വളരെ ചുരുക്കമായിരിക്കും, അല്ലെങ്കിൽ 2-3 വർഷത്തിലെങ്കിലും. ഓക്കെ, എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഹോബി ക്ലാസ്സിന് പോയിട്ടുണ്ടോ? ട്യൂഷന് പോയിട്ടുണ്ടോ? ഇനി പ്രധാനമായിട്ട് ഡിഡ് യു ഗോ ടു ദ ഡോക്ടർ ആൻഡ് ടേക്ക് മെഡിസിൻ വെൻ യു ആർ നോട്ട് വെൽ? നിങ്ങൾ ജനിച്ചു വീണത് നിങ്ങൾക്ക് എന്തായാലും വാക്സിനേഷൻ എടുത്തിട്ടുണ്ടാവും അല്ലേ? അതുമല്ലാതെ ചെറുപ്പകാലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഡിഡ് യു ഗോ ടു ദ ഡെൻറ്റിസ്റ്റ്? അല്ലേ, നമ്മളെല്ലാവരും പോകുന്ന കാര്യമല്ലേ ഡോക്ടറിൻ്റെ അടുത്തും ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തും ഒക്കെ. ഡിഡ് യു ഹാവ് എസെൻഷ്യൽ ഐറ്റംസ് ദാറ്റ് യു യൂസ്ഡ് എവറി ഡേ? ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ഷാംപൂ, ഓയിൽ? ഡിഡ് യു ട്രാവൽ ബൈ കാർ? ഡിഡ് യു വാച്ച് ടെലിവിഷൻ, മേക്ക് ഫോൺ കോൾ, യൂസ് ലൈറ്റ്, ഇലക്ട്രിസിറ്റി, വാട്ടർ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് നമുക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ അതിന് നമ്മൾ എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഓൾ ഓഫ് ദീസ് തിങ്സ് കോസ്റ്റ് മണി. ഇത് ആരും ഫ്രീ ആയിട്ട് തരുന്നതല്ലല്ലോ. ആരെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നുണ്ട് അല്ലേ? ഈവൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചതെന്നുണ്ടെങ്കിലും വളരെ ചെറിയ ഫീസാണ് നിങ്ങൾ കൊടുത്തത് എങ്കിലും ഗവൺമെൻറ് അതിൻ്റെ എക്സ്പെൻസ്, അതിൻ്റെ ചിലവ് ഗവൺമെൻറ് അല്ലേ വഹിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിനോട് നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ CT എടുത്തിട്ട്, അതായത് സ്റ്റുഡൻറ്റ് കൺസെഷൻ ടിക്കറ്റിൽ നിങ്ങളെല്ലാവരും കോളേജിലോ സ്കൂളിലോ പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ആരാണ് ചിലവെടുക്കുന്നത്? പെട്രോളിൻ്റെയും ഇതൊക്കെ ഗവൺമെൻറ് അല്ലേ? അതിന് നിങ്ങൾ എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് സർവീസസോ എന്ത് ആയിക്കോട്ടെ, നിങ്ങൾ സ്കോളർഷിപ്പ് വെച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണ്? ആ സ്കൂളുകാർ അല്ലെങ്കിൽ ഗവൺമെൻറ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ ചിലവ് എടുത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ ഏത് സമയം നമ്മളെല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാണോ? ഈ റോഡ്, നമുക്ക് ബസ് ഫെസിലിറ്റി, ട്രെയിൻ ഫെസിലിറ്റി എല്ലാം തരുന്നത് ഗവൺമെൻറ് അല്ലേ? അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടും? അപ്പോൾ ഗവൺമെൻറ് മാത്രമല്ല, നമ്മൾ ആരെയും കുറിച്ചും കുറ്റം പറയേണ്ട കാര്യമില്ല. മാതാപിതാക്കൾ അവർക്ക് ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം അവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? നിങ്ങൾ ഒരിക്കലും അവരുടെ സൗകര്യത്തിന് കോംപ്രമൈസ് ചെയ്യില്ല. അവർക്ക് ഏറ്റവും ബെസ്റ്റ് നൽകാനേ എല്ലാ മാതാപിതാക്കളും നോക്കുള്ളൂ അല്ലേ? അപ്പോൾ അതിന് നന്ദി പറയുക. അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്യാത്ത കാര്യത്തിനെ കുറിച്ച് എനിക്ക് കോളേജ് മറ്റേ സിറ്റിയിൽ പഠിക്കേണ്ടിയിരുന്നു, ഡൽഹി പോയി പഠിക്കേണ്ടിയിരുന്നു, മുംബൈയിൽ പോയി പഠിക്കേണ്ടിയിരുന്നു, പക്ഷേ നാട്ടിൽ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു, ചിലവ് അധികമല്ലേ എന്ന് പറഞ്ഞിട്ട്, ഹോസ്റ്റൽ ഫീസ് അധികമല്ലേ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അബ്രോഡ് പോയി പഠിക്കാൻ വേണ്ടി കുറേ കുട്ടികൾ വാശി പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ എന്തായാലും അത് ചെയ്തു കൊടുക്കും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും മാക്സിമം കുട്ടികൾക്ക് ആരോഗ്യത്തിൻ്റെ കാര്യമായാലും എഡ്യൂക്കേഷൻ്റെ കാര്യമായാലും എല്ലാ മാതാപിതാക്കളും അവർക്ക് പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും മാതാപിതാക്കളെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിന് നിങ്ങൾ സോറി പറയുക, മനസ്സുകൊണ്ട് സോറി പറയുക. അവർ നേരെ പോയി പറയാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ ഒരു
മനസ്സിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഫൊർഗിവ്നെസ് ചോദിക്കുക. എന്നിട്ട് അവർ ചെയ്ത എല്ലാ സൗകര്യങ്ങൾക്കും, അവർ തന്നിരിക്കുന്ന എല്ലാ സൗകര്യങ്ങൾക്കും നിങ്ങൾ ഹൃദയം കൊണ്ട് നന്ദി പറയുക. എങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും എന്താ പറയുക, നെഗറ്റീവിലോട്ട് പോവില്ല. നിങ്ങൾ എപ്പോഴും സാമ്പത്തിക അവസ്ഥയായാലും ശരി, ആരോഗ്യത്തിൻ്റെ അവസ്ഥയായാലും ശരി, നിങ്ങൾക്ക് നല്ല പുരോഗമനം ഉണ്ടാവും. ഓക്കെ. ഇനി വേറൊരു പ്രാക്ടീസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്യാം. ഓഥർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുന്നൊരു പ്രാക്ടീസാണ്. ഒരു കറൻസി നോട്ട് എടുക്കുക. ഓക്കെ, അത് 10 റുപ്പീസ് ആയിക്കോട്ടെ, 20 റുപ്പീസ് ആയിക്കോട്ടെ. അതിലൊന്നില്ലെങ്കിൽ നിങ്ങൾ പെൻസിൽ വെച്ച് എഴുതുക, അല്ലെങ്കിൽ ഒരു ചെറിയ ഈ സ്റ്റിക്കി പാഡ് ഉണ്ടാവുമല്ലോ, നോട്ട് പാഡിൻ്റെ, അതുപോലത്തെ ഒരു സ്റ്റിക്കി പാഡ് എടുത്തിട്ട് അതിലൊരു ചെറിയ പേപ്പർ എടുത്തിട്ട് അതിൽ എഴുതുക, താങ്ക് യു ഫോർ ഓൾ ദ മണി ഐ ഹാവ് ബീൻ ഗിവൻ ത്രൂ ഔട്ട് മൈ ലൈഫ്. ഓക്കെ. എന്നിട്ട് അത് നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഹാൻഡ് ബാഗിൽ വയ്ക്കുക, അല്ലെങ്കിൽ പൈസ സൂക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് വയ്ക്കുക. അത് എന്നിട്ട് എല്ലാ ദിവസവും ഓക്കെ അറ്റ്ലീസ്റ്റ് 3 പ്രാവശ്യം, രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി, ആ നോട്ട് കയ്യിലെടുക്കുക. ഇപ്പോൾ ഇതാണ് ആ കറൻസി നോട്ട് എന്ന് വിചാരിക്കുക. അത് കയ്യിലെടുത്ത് നിങ്ങളുടെ 2 കൈയിൻ്റെ ഇടയിൽ വെച്ചിട്ട് പറയുക, താങ്ക് യു ഫോർ ഓൾ ദ മണി ഐ ഹാവ് ബീൻ ഗിവൻ ത്രൂ ഔട്ട് ദ ലൈഫ്. അതായത് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ തന്നിരിക്കുന്ന എല്ലാ സമ്പത്തിനും പൈസയ്ക്കും നന്ദി. ഓക്കെ. അത് ദിവസത്തിൽ 3 പ്രാവശ്യമെങ്കിലും പറയുക. അപ്പം നിങ്ങൾ ആ മണി എനർജി ആയിട്ട് കണക്ട് ചെയ്യണം. നിങ്ങൾ ആ നന്ദി പ്രകടനത്തിലൂടെ കൂടുതൽ പൈസ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ എഴുതുക. അത് കമൻറ്റ് ബോക്സിൽ ഞാൻ പറയാം എന്താണ് ഈ സെൻറ്റൻസ് എഴുതേണ്ടത് എന്ന്. ഓക്കെ. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോൾ പൈസ വെച്ച് ഡീൽ ചെയ്യുന്നോ, പൈസ കയ്യിൽ പിടിക്കുന്നോ, അപ്പോഴൊക്കെ നിങ്ങൾ താങ്ക് യു പറയും. ഞാൻ പറഞ്ഞില്ലേ, ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ വിഷ് ചെയ്യും അല്ലേ, നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ. അപ്പോൾ പൈസ കാണുമ്പോൾ അയ്യോ എൻ്റെ വാലറ്റിൽ 10 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് അല്ലാതെ, ഓ എൻ്റെ വാലറ്റിൽ 10 രൂപയെങ്കിലും ഒന്ന് ഉണ്ടല്ലോ എന്നുള്ള ആ ഫീലിങ്ങിലിരിക്കുക. ഓക്കെ. അപ്പോൾ പൈസ കണ്ടിട്ട് പൈസ ചിലവാകുന്നു, പൈസ കുറച്ചേ ഉള്ളൂ എന്നുള്ള ആ നെഗറ്റീവ് ഫീലിംഗ് മാറ്റുക. നിങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുക്കുമ്പോൾ, ഇതൊരു എക്സ്ട്രാ ടിപ്പാണ്, ഒരിക്കലും പിറുപിറുത്തോണ്ട് വേവലാതിപ്പെട്ടുകൊണ്ട് കൊടുക്കരുത്. ഓക്കെ. ആ കൊടുക്കുന്നവർക്ക് ആ പൈസ വെച്ച് നല്ല കാര്യങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ, എനിക്ക് അവർക്ക് പൈസ കൊടുക്കാനുണ്ടല്ലോ. അപ്പം പച്ചക്കറി വാങ്ങിയാലും ഷോപ്പിൽ പോയി വാങ്ങിയാലും വെറുതെ എന്താ വില എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ എനിക്കിതിന് കൊടുക്കാനുള്ള പൈസ ഉണ്ടല്ലോ എന്നുള്ളത് ആലോചിച്ച് നന്ദി പറയുക. ഓക്കെ. എപ്പോഴും നിങ്ങളുടെ മൈൻഡ് സെറ്റ് അതായിരിക്കണം. പൈസ കൊടുക്കുമ്പോൾ, പൈസ കയ്യിലുള്ളപ്പോൾ ഒരിക്കലും നെഗറ്റീവ് ഫീലിംഗ് നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത്, എന്തിനെക്കുറിച്ചായിക്കോട്ടെ. ഓക്കെ. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ഫീലിംഗ് വെച്ചിട്ടാണ് പൈസ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ കയ്യിൽ പൈസ വരുള്ളൂ. ഇത് നിങ്ങൾ വെൽതി ആയിട്ടുള്ള ആരുടെ എക്സാമ്പിൾ എടുത്ത് നോക്കിയാലും നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ ബുക്സ് വായിക്കുകയാണെങ്കിൽ അവരെങ്ങനെയാണ് അവരുടെ വെൽത്ത് മൈൻഡ് സെറ്റ്, മണി മൈൻഡ് സെറ്റ് എന്തായിരുന്നു എന്ന് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടോ ബുക്സ് വായിച്ചിട്ടോ മനസ്സിലാക്കാൻ നോക്കുക. എങ്ങനെയാണ് വെൽത്തി ആൾക്കാർ വെൽത്തി ആയതെന്ന്. അവരൊരിക്കലും പെറുപിറുത്തിട്ടല്ല പൈസയെക്കുറിച്ചിട്ട് സംസാരിക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ കയ്യിൽ പൈസയുള്ളൂ. അല്ലെങ്കിൽ കയ്യിൽ പൈസ ഉള്ളപ്പോഴാണ് ഞാൻ സന്തോഷിക്കുക എന്ന് ഒരിക്കലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കറൻസി നോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വല്ല സ്ഥലത്തേക്ക് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വാലറ്റിലാണെങ്കിൽ അത് എടുത്ത് നോക്കുക ദിവസത്തിൽ 3 പ്രാവശ്യം എങ്കിലും. ഓക്കെ. അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾ കംപ്ലൈൻറ്റും ക്രിറ്റിസിസവും നിർത്തി പൈസയെക്കുറിച്ച് നല്ലത് മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് ഒരു ദൃഢനിശ്ചയം ചെയ്യാം, ദൃഢപ്രതിജ്ഞ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ മാജിക് പ്രാക്ടീസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. കുറച്ച് നേരം സമയം എടുത്തിരുന്നിട്ട് എഴുതുക. ഓക്കെ. എൻ്റെ സ്കൂൾ ഫീസിന് അച്ഛനും അമ്മയും പേ ചെയ്ത സ്കൂൾ ഫീസിന് നന്ദി, സ്കൂൾ ലഞ്ചിന് നന്ദി, ബുക്സിന് നന്ദി, എല്ലാത്തിനും നന്ദി. ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. ഒരു 10 മിനിറ്റ് എടുത്ത് ചെയ്യുക. ഡീപ്ലി ആ ഒരു ഫീലിങ്ങിലേക്ക് വരാനാണ്. പിന്നെ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ തോന്നില്ല. അതേപോലെ തന്നെ വേറൊരു കറൻസി നോട്ട് എടുത്തിട്ട് അതിലെഴുതുക. ഓക്കെ. അത് ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് അതെടുത്ത് നോക്കുക. ആ കറൻസി ഫീലിംഗ്, ഗുഡ് ഫീലിംഗ് വരിക എന്നുള്ളതാണ് പൈസ സമ്പാദിക്കാനുള്ള ഒരേ ഒരു മാർഗം. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റിയായ ഡയറിയിൽ 10 ഗ്രാറ്റിറ്റ്യൂഡ്സ് എഴുതുക. അതിൽ പൈസയും ഇൻക്ലൂഡ് ചെയ്യാം. രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഇന്ന് നടന്ന എല്ലാ നല്ല കാര്യങ്ങളും ഒന്ന് ഓർത്തെടുക്കുക. ദ ബെസ്റ്റ് കാര്യം എന്താണ്, അതിന് നന്ദി പറയുക.
റിലേഷൻഷിപ്സ് ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ എടുത്ത് അവർ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് എഴുതുക. ഓക്കെ, ആൻഡ് താങ്ക് യു പറയുക അവരോട്, അവരുടെ പ്രസൻസ് ഇൻ യുവർ ലൈഫ്. അങ്ങനെയാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്സ് ബെറ്റർ ആക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ മാജിക്കൽ പവർഫുൾ പ്രാക്ടീസസ്, ഇത് വളരെ പവർഫുള്ളായ ടെക്നിക്കാണ്. ഈ ബുക്ക് പ്രാക്ടീസ് ചെയ്ത എല്ലാവരും അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് വേറൊരു ബുക്കാണ്, ഗ്രേറ്റസ്റ്റ് സീക്രട്ട് എന്നുള്ള ബുക്കിലാണ് തോന്നുന്നു. അപ്പോൾ ഈ ബുക്ക് വാങ്ങാൻ പറ്റുവാണെങ്കിൽ അത് വാങ്ങുക. ദ സീക്രട്ട് എന്ന് പറഞ്ഞ ഇതേ ഓതറിൻ്റെ വേറൊരു ബുക്കാണ്, അത് വായിക്കാൻ പറ്റുവാണെങ്കിൽ. ഇത് എല്ലാ ലാംഗ്വേജസിലും ട്രാൻസ്ലേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വായിക്കുക, അത് മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് കിട്ടുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പുരോഗമനം വേണമെന്നുണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് വായിച്ചാൽ പോരാ, വെറുതെ വീഡിയോ കേട്ടാൽ പോരാ, അതിന് ആക്ഷൻ സ്റ്റെപ്പ് എന്തായാലും എടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം നിങ്ങളുടെ ജീവിതം ഒരു ബെറ്റർ വേയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ ഞാൻ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് സെഷൻസ് എടുക്കാറുണ്ട്, അതായത് കോച്ചിങ് പ്രോഗ്രാമാണ്. അതിൽ എൻറോൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എന്നായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഈ കോമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്താൽ മതി. ലേറ്റർ ഓൺ ഞാനൊരു ഗൂഗിൾ ഫോമും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും, ലിങ്ക് ചെയ്യുന്നുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ആ ഫോം ഫില്ല് ചെയ്തിട്ട് എന്നെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു. ഹാവ് എ വണ്ടർഫുൾ വീക്ക്. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു. ബൈ.